എന്താണ് ഗൂഗിൾ മൈ ബിസിനസ്? ഗൂഗിൾ മൈ ബിസിനസ് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? എങ്ങനെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങളൊരു ഹോം ബേക്കറോ ഹോട്ടൽ ഓണറോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനോ ആയിക്കൊള്ളട്ടെ. ഇതിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഓൺലൈൻ പ്രസൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മൈ ബിസിനസ്സിൽ ഫ്രീ ആയിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. സപ്പോസ് നിങ്ങൾക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ടെങ്കിൽ ആ ഒരു പാർലറിൻ്റെ ഫോട്ടോസ്, അതേപോലെ തന്നെ നിങ്ങളുടെ പാർലറിൻ്റെ ലൊക്കേഷൻ, നിങ്ങളുടെ എന്തൊക്കെ സർവീസാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്, അതിൻ്റെ ഒരു വർക്കിംഗ് ടൈം എന്താണ്, പിന്നെ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ബിസിനസ്സിനെ ഇതിൽ റേറ്റിംഗ് ചെയ്യാന്നുള്ളതാണ്. ഒരേ സമയം ബിസിനസ് ഓണേഴ്സിനും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് യൂസ്ഫുൾ ആയുള്ള ഒരു ടൂളാണ് ഗൂഗിളിൻ്റെ ഗൂഗിൾ മൈ ബിസിനസ് എന്നുള്ളത്. ഇനി ഗൂഗിൾ മൈ ബിസിനസ്സിൽ എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പം ഗൂഗിളിൽ ഞാനിപ്പം 3D ആനിമേഷൻ സ്റ്റുഡിയോ നിയോമി എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് റിസൾട്ട്സുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലിപ്പോൾ ഒരു റിസൾട്ട് എടുക്കുകയാണെങ്കിൽ അതിലിപ്പം അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ്സ് ഉണ്ട്, ഗൂഗിൾ റിവ്യൂസിൻ്റെ റേറ്റിംഗ്സും കാര്യങ്ങളുണ്ട്, പിന്നെ അതേപോലെ അഡ്രസ്സ്, ഹവേഴ്സ്, എത്ര വർക്കിംഗ് ഹവേഴ്സാണ്, പിന്നെ അവരുടെ ഫോൺ നമ്പർ, കമ്പനീൻ്റെ ഫോൺ നമ്പർ, ഫോട്ടോസ്, അതേപോലെ അവരെ റിവ്യൂസ് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, കമ്പനീൻ്റെ വെബ്സൈറ്റ്സ്, ഡിറക്ഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമ്മുടെ ഒരു ബിസിനസ്സിനെ ഗൂഗിൾ മൈ ബിസിനസ്സിൽ എങ്ങനെ ലിസ്റ്റ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം തന്നെ ബ്രൗസറിൽ പോയിട്ട് business.google.com എന്ന് സെർച്ച് ചെയ്യാം. business.google.com അങ്ങനെ സെർച്ച് ചെയ്യുമ്പം ഇതുപോലൊരു പേജായിരിക്കും വരിക. ഇവർ തന്നെ അതിൻ്റെ ഒരു പ്രിവ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. മാനേജ് നൗ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ പേര് ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പം കാലിക്കറ്റ് ബിസിനസ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ കാറ്റഗറി എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണോ നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് ആണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏജൻസി ആണോ, എന്താണെന്ന് വെച്ചാൽ എന്ത് കാറ്റഗറി ആണെങ്കിലും, റെസ്റ്റോറൻറ്റ് ആണോ ബ്യൂട്ടി പാർലർ അത് കൊടുക്കാം. ഞാനിപ്പോൾ മാർക്കറ്റിംഗ് ഏജൻസി ക്ലിക്ക് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ശേഷം വേറെ എന്തെങ്കിലും സർവീസ്, എന്തൊക്കെ സർവീസാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അങ്ങനെ നമുക്ക് ഏതൊക്കെയാണോ സർവീസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കസ്റ്റം സർവീസ് വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷനിൽ നമുക്കൊരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കസ്റ്റമേഴ്സിന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ശേഷം നമ്മുടെ അഡ്രസ്സ് എന്താണ്, ആ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ ഉണ്ട് കൊടുത്തു, അതിൻ്റെ ഒരു അഡ്രസ്സ് എന്താണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്സാക്ട് ലൊക്കേഷൻ ഏതാണെന്ന് മാപ്പിൽ ജസ്റ്റ് ഈ ഒരു സംഭവം ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് ആ ലൊക്കേഷനിൽ അവിടെ പോയിൻ്റ് ചെയ്യാനാണ് പറയുന്നത്. ഈ ലൊക്കേഷൻ കറക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. എവിടെയാണെന്ന് വെച്ചാൽ അവിടെ സാറ്റലൈറ്റ് വ്യൂ ഉണ്ട്. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു ലൊക്കേഷനിലല്ലാണ്ട് പുറത്തേക്കും ഇതേപോലെ സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. യെസ് കൊടുക്കുകയാണെങ്കിൽ അതേതാണ് ലൊക്കേഷൻ കൂടി കൊടുക്കണം. ശേഷം നമ്മുടെ കോൺടാക്റ്റ് ഫോൺ നമ്പർ, ഈ ഒരു ഫോൺ നമ്പർ ആയിരിക്കും നമ്മുടെ ബിസിനസ് പ്രൊഫൈൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഫോൺ നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ്. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം, ഫിനിഷ് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പം നമുക്കൊരു പോസ്റ്റ് കാർഡ് ഒരു വെരിഫിക്കേഷൻ നമ്പറുമായിട്ട് മെയിൽ ചെയ്യാൻ ചെയ്യുക. ആ ഒരു നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മളിത് വെരിഫൈ ചെയ്യേണ്ടി വരിക. അപ്പം ആ ഒരു വെരിഫൈ ചെയ്യേണ്ട ഒരു പേര്, ഒരു കോൺടാക്ട് നെയിം ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം മെയിൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഒരു അഡ്രസ്സിലേക്ക്, നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത അഡ്രസ്സിലേക്ക് അത് മെയിൽ ചെയ്യും. കണ്ടിന്യൂ കൊടുക്കുക. അപ്പം ഇതായിരിക്കും നമ്മളെ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈലിൻ്റെ ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കും നമ്മളെല്ലാ എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം വെരിഫിക്കേഷൻ പെൻഡിങ് ആണ്. ഇതിലായിരിക്കും നമ്മൾ എന്തെങ്കിലും ഓഫർ പോസ്റ്റുകളൊക്കെ ഇടണമെങ്കിലും അതേപോലെ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഇതിലിപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കാറ്റഗറീസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം, സർവീസ് ഏരിയ, വർക്കിംഗ് ഹവേഴ്സ്, ഇതൊക്കെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് ആഡ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എഡിറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം. അത് വെരിഫിക്കേഷന് ശേഷമായിരിക്കും ചെയ്യാൻ പറ്റുക. പിന്നെ റിവ്യൂസൊക്കെ മാനേജ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. അതേപോലെ തന്നെ അവർ തരുന്ന വേറൊരു ഇതാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് അവർ തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് തരും. ഗൂഗിളിൽ തന്നെ ഫ്രീ ആയിട്ട് ഇപ്പം കാലിക്കറ്റ് business സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. അല്ലാണ്ട് CalicutBusiness.com എന്നുള്ള സൈറ്റ് വേണമെങ്കിൽ പെർ ഇയറിൽ അവർ എമൗണ്ട് പറയുന്നുണ്ട്. അതിന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇത് നമുക്ക് ഇവിടെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഈ ഒരു വെബ്സൈറ്റ്.
ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, വെബ്സൈറ്റ് ഇല്ലെങ്കിൽ ചെയ്താൽ മതി. ചെയ്തതിന് ശേഷം പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് അപ്പായിക്കോളും.